വേമ്പനാട്ട് കായലിൽ കുമിഞ്ഞുകൂടുന്ന പ്ലാസ്റ്റിക് മാലിന്യം നീക്കാൻ ബോധവൽക്കരണ പ്ലക്കാർഡുകളുമേന്തിയാണ് സഹൃദയവേദി പ്രവർത്തകർ എത്തിയത്. കായൽ സംരക്ഷണ പ്രതിജ്ഞയോടെയായിരുന്നു സഹൃദയവേദിയുടെ കായൽ ശുചീകരണത്തിന് തുടക്കമായത്. ജലവും മണ്ണും ശുദ്ധമായി നിലനിർത്തുന്നതിനും വരും തലമുറകൾക്ക് ആരോഗ്യകരവും സുരക്ഷിതവുമായ ഒരു പരിസ്ഥിതി. നഗരസഭാ വൈസ് പേഴ്സൺ സമുദാമിനി അഭിലാഷാണ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തത്. അടിസ്ഥാനമായ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണെന്ന് വൈക്കം MLA കെ ബിനിമോൻ ശുചീകരണ പ്രവർത്തനത്തിന് തുടക്കമിട്ടു. മാലിന്യങ്ങൾ നീക്കൂ, കായലിനെ രക്ഷിക്കൂ എന്ന സന്ദേശവുമായാണ് വൈക്കം സഹൃദയവേദിയുടെ ഈ കായൽ ശുചീകരണ യജ്ഞം തുടങ്ങിയത്. വനിതകളടങ്ങുന്ന 20ഓളം സഹൃദയവേദി പ്രവർത്തകരാണ് കായൽ ശുചീകരണത്തിനായി രംഗത്തെത്തിയത്. വള്ളത്തിൽ സുരക്ഷാ സംവിധാനങ്ങളോടെ സഞ്ചരിച്ചാണ് കോരുവല ഉപയോഗിച്ച് മാലിന്യങ്ങൾ ശേഖരിക്കുന്നത്. ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നഗരസഭ ഹെൽത്ത് വിഭാഗം ഏറ്റുവാങ്ങി ഹരിതകർമ്മസേന വഴിയാണ് സംസ്കരിക്കുന്നത്. മനുഷ്യരുടെയും ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് മാലിന്യം തള്ളൽ തടസ്സമായതോടെയാണ് സഹൃദയവേദി പ്രവർത്തകർ കായൽ മാലിന്യം നീക്കാൻ രംഗത്തെത്തിയിരിക്കുന്നത്. പ്രളയവും മറ്റ് ഇതിലേക്ക് പ്രകൃതിക്ഷോഭവും ഒക്കെ വരാതെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം പൊതുസമൂഹത്തിനുണ്ട്. അതിന് ഏറ്റവും മാതൃകാപരമായി നമ്മുടെ പ്രിയപ്പെട്ട സൗഹൃദവേദിയുടെ ഏറ്റവും ബഹുമാനപ്പെട്ട ആൾക്കാർ അത് ചെയ്യുകയാണ്. അതിന്റെ ഭാഗമായി വൈക്കം മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട് അവിടെയൊക്കെ സഹകരണത്തോടെ വൈക്കം എന്ന് പറയുന്ന പുണ്യഭൂമിയിൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അഭിമാനമായി മാറിയിട്ടുള്ള വേമ്പനാട്ട് കായലിന്റെ തീരപ്രദേശത്ത് ഒട്ടനവധി ആൾക്കാർ വലിച്ചെറിഞ്ഞിട്ടുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കുപ്പികളും അടക്കം ശേഖരിച്ച് ഏറ്റവും സംരക്ഷിതമായിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്തേക്ക് ഒന്ന് മാറ്റി സംസ്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവർ നടത്തിയിട്ടുള്ളത്. സഹൃദയവേദി രക്ഷാധികാരി പി സോനൻപിള്ള രചിച്ച് ആലപിച്ച കായൽ സംരക്ഷണ ഗാനവും പരിപാടിക്ക് അകമ്പടിയായി. വേമ്പനാട്ട് കായലിൽ വൻതോതിൽ പ്ലാസ്റ്റിക് മാലിന്യമടക്കം കുമിഞ്ഞുകൂടുന്നത് ഗുരുതര പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നതെന്ന് പഠന റിപ്പോർട്ടുകൾ പറയുന്നു. കായലിലെ മത്സ്യസമ്പത്തിനും വൻ കുറവുണ്ടാകാൻ മാലിന്യങ്ങൾ കാരണമാകുന്നതായാണ് പഠനങ്ങൾ പറയുന്നത്. ചിലയിനം മത്സ്യങ്ങളടക്കം കായലിൽ അപ്രത്യക്ഷമാകാനും ഇടയായിട്ടുണ്ട്. വരും കാലങ്ങളിൽ എന്നല്ല, നിലവിൽ തന്നെ കായൽ മാലിന്യം മനുഷ്യർക്കും ഗുരുതര പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് കായൽ ശുചീകരണത്തിന് പ്രസക്തിയേറുന്നത്. ന്യൂസ് ടീം, വൈക്കം വാർത്ത.